നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. IPL തീരുന്നതോടെ പല താരങ്ങളുടെയും വില ഇടിയുകയാണ്. ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയ്ക്കെതിരെ പരിശീലക സംഘത്തോട് പരാതി പറഞ്ഞ മുംബൈ ഇന്ത്യൻസ് ടീമിലെ സൂപ്പർ താരങ്ങൾ. ടീമിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം ഹർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയാണ് എന്ന രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ എന്നിവർ പരിശീലകരോട് തുറന്നു പറഞ്ഞതായി ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുംബൈ താരങ്ങൾ ടീം മാനേജ്മെന്റുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിട്ടുമുണ്ട്. മുംബൈ ഇന്ത്യൻസ് IPL പൂർത്തിയാവുന്നതിന് പിന്നാലെയാണ് പ്രധാന താരങ്ങൾ ഹർദിക് പാണ്ഡ്യയ്ക്കെതിരെ നീക്കം തുടങ്ങിയത്. അതേസമയം പ്ലേ ഓഫ് കാണാതെ പുറത്തായെങ്കിൽ അവസാന മത്സരങ്ങൾ ജയിച്ചു മടങ്ങുമെന്ന മുംബൈ ഇന്ത്യൻസിന്റെ പ്രതീക്ഷ തച്ചുടച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. മഴ മൂലം 16 ഓവറായി ചുരുക്കിയ IPL മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 18 റൺസ് ജയം. കൊൽക്കത്ത ഉയർത്തിയ 158 റൺസ് ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 139 റൺസ് നേടാനോ സാധിച്ചിട്ടുള്ളൂ. ജയത്തോടെ 18 പോയിന്റുമായി കൊൽക്കത്തയെ പ്ലേ ഓഫ് ഉറപ്പിച്ചു. 158 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ മുംബൈ ഒന്നാം വിക്കറ്റിൽ 6.5 ഓവറിൽ 65 റൺസ് ചേർത്ത ഇഷാൻ കിഷൻ, രോഹിത് ശർമ്മ സഖ്യം മികച്ച തുടക്കമാണ് നൽകിയത്. എന്നാൽ ഇഷാനെയും രോഹിത്തിനെയും അടുത്തടുത്ത ഓവറുകളിൽ നഷ്ടമാവുകയും സൂര്യകുമാർ യാദവ് പെട്ടെന്ന് മടങ്ങുകയും ചെയ്തതോടുകൂടി മുംബൈ പ്രതിരോധത്തിലായി. അവസാന ഓവറിൽ പൊരുതിയ തിലക് വർമ്മയ്ക്ക് മുംബൈയുടെ തോൽവി ഭാരം കുറയ്ക്കാനേ സാധിച്ചുള്ളൂ. ഓപ്പണർമാരായ ഫിൽ സോൾട്ട, സുനിൽ നരൈൻ എന്നിവരെ തുടക്കത്തിലെ നഷ്ടമായ കൊൽക്കത്തയെ 4ാം വിക്കറ്റിൽ ഒന്നിച്ച വെങ്കടേഷ് അയ്യർ, നിതീഷ് റാണ സഖ്യമാണ് മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. 24 പന്തിൽ 37 റൺസ് ചേർത്ത സഖ്യം കൊൽക്കത്ത സ്കോർ ബോർഡ് മുന്നോട്ട് നീക്കി. എന്നാൽ വെങ്കടേഷിനെ പുറത്താക്കിയ പീയൂഷ് ചൌളയിലൂടെ മുംബൈ മത്സരത്തിൽ വീണ്ടും പിടിമുറുക്കി. അവസാന ഓവറിൽ ആന്ദ്രെ റസൽ, റിങ്കു സിംഗ് എന്നിവർ ചേർത്ത് നിർത്തിയ നീക്കമായിരുന്നു കൊൽക്കത്തയെ ടോട്ടൽ 157 എത്തിച്ചത്. ടീം തോറ്റ് പുറത്തായെങ്കിലും ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് പാണ്ഡ്യയെ മാറ്റണമെന്ന നിലപാട് മാനേജ്മെന്റിന് ഇല്ല. രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ നിന്ന് ടീം മാറിപ്പോഴുള്ള സ്വാഭാവികമായ പ്രശ്നങ്ങൾ മാത്രമാണ് ടീമിനുള്ളത് എന്നാണ് മാനേജ്മെന്റിന്റെ നിലപാട്. പാണ്ഡ്യ അടുത്ത സീസണിലും മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായി തന്നെ കളിക്കാനാണ് സാധ്യത. അതേസമയം രോഹിത് ശർമ്മ ഇനി ടീമിനൊപ്പം തുടരുമോ എന്ന് വ്യക്തമല്ല. 15 കോടി രൂപ നൽകിയാണ് ഹർദിക് പാണ്ഡ്യയെ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് മുംബൈ ഇന്ത്യൻസ് വാങ്ങിയത്. തൊട്ടു പിന്നാലെ രോഹിത്തിനെ മാറ്റി ക്യാപ്റ്റൻ സ്ഥാനവും പാണ്ഡ്യയ്ക്ക് നൽകി. 12 മത്സരങ്ങൾ പൂർത്തിയാക്കിയ മുംബൈക്ക് ഇതുവരെ ജയിക്കാൻ സാധിച്ച 4 കളികൾ മാത്രമാണ്. 8 പോയിന്റുമായി 8ാം സ്ഥാനത്താണ് അവരുള്ളത്. അവസാന 2 മത്സരങ്ങൾ ജയിച്ച പോയിന്റ് പട്ടികയിലെ മധ്യനിരയിൽ എവിടെയെങ്കിലും സ്ഥാനം ഉറപ്പിക്കാനാണ് മുംബൈയുടെ ശ്രമം. പക്ഷേ അതും അത്ര എളുപ്പമാകില്ല. പ്ലേ ഓഫ് ഉറപ്പിക്കാനായി ഇറങ്ങുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫലം കണ്ടിട്ടുണ്ട്. ലക്നൌ സൂപ്പർ ജയന്റ്സ് ആണ് ഇനിയുള്ള മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ എതിരാളി.